ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫിസിക്സ് ഷെഡ്യൂൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി കെമിസ്ട്രിയുടെ ഷെഡ്യൂൾ ചെയ്യുമോ, ബയോളജിയുടെ ഷെഡ്യൂൾ ചെയ്യുമോ, മിക്സ്ഡ് ഷെഡ്യൂൾ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ ഷെഡ്യൂളും ചെയ്യാം. ഇടയ്ക്ക് കുറച്ച് ബിസിയായി പോയടാ. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ യൂണിയൻ്റെ ഒരു മെമ്പറാണ്. മാത്രമല്ല ഞങ്ങൾക്കിപ്പം ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് കെമിസ്ട്രിയുടെ ഷെഡ്യൂളിലേക്ക് കടക്കാം കേട്ടോ. ഈ ഷെഡ്യൂൾ വെച്ചിട്ട് നിങ്ങൾ ഡിസംബർ 14 സാറ്റർഡേ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നാളെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാനുവരി 5 സകലമാന പെൻഡിങ് പോർഷൻസും കവർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇപ്പം എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും വീക്കിലി എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്ത് സൺഡേ എന്ന് പറയുന്നൊരു ദിവസം ഫുൾ ലീവ് തന്നിട്ടാണ് കേട്ടോ ഈ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഷെഡ്യൂളിലേക്ക് കടക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ ഷെഡ്യൂള്. ഇപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്ക് ഷെഡ്യൂളിലേക്ക് കടക്കാം കേട്ടോ. ഡിസംബർ 14 സാറ്റർഡേ. ഇപ്പം സാറ്റർഡേ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നിങ്ങൾക്ക് അവധിയായിരിക്കും. അപ്പോൾ നിങ്ങൾ 4:30 എഴുന്നേക്കണ്ട, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ മതി. 5 മണിക്ക് എഴുന്നേക്കണം കേട്ടോ. 5 മണി മുതൽ 7 മണി വരെ നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് എന്തായാലും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിരിക്കും. അപ്പം 7 to 8 നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് 8 മണി മുതൽ 11 മണി വരെയും സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുക. ഇപ്പോൾ തന്നെ 5 മണിക്കൂറായി. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നതൊക്കെ അത്യാവശ്യം ഒരു ചെറിയ ചാപ്റ്ററാണ്. നിങ്ങൾ അത്യാവശ്യം കുറച്ച് ടെക്സ്റ്റ് വായിക്കുക, ഇക്വേഷൻസ് നോട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത്രയും മതി. കാരണം ക്ലാസ് ഒന്നും കാണേണ്ട കാര്യമില്ല. സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ആട്ടോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഈ 5 മണിക്കൂർ തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് അല്ലാതെ ടൈം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ 8 to 11 സ്ട്രക്ചർ ഓഫ് ആറ്റം കഴിഞ്ഞിട്ട് 11 മണി മുതൽ 12 മണി വരെ ഒരു മണിക്കൂർ നേരം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് പഠിക്കുക. അപ്പോൾ ഈ 1 മണിക്കൂർ കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ ലഞ്ച് ടൈം ആവും. പിന്നെ 12 to 1 നിങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് 1 to 2 ഒന്നും കൂടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് പഠിക്കുക. ഇപ്പം ഞാൻ എന്തായാലും ഇതിൽ 2 മണിക്കൂറേ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇട്ടിട്ടുള്ളൂ. കാരണം അത് ഭയങ്കര ചെറിയൊരു ചാപ്റ്ററാണ്. ഏതായാലും നിങ്ങൾക്ക് പെൻഡിക്ക് പഠിക്കാനുണ്ടെങ്കിൽ ടൈം ഇട്ടിട്ടുണ്ട് കേട്ടോ. 2:30 മുതൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മണിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് നിർത്തിയിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് 2:30 മുതൽ 4 മണി വരെ കെമിക്കൽ ബോണ്ടിങ് പഠിക്കുക. കെമിക്കൽ ബോണ്ടിങ് അത്യാവശ്യം ഒരു വലിയ ചാപ്റ്ററാണ്. അതിനുശേഷം നിങ്ങളിപ്പോൾ 4 to 5 ടീ ടൈം ബ്രേക്ക് എടുത്തിട്ട് 5 മണി മുതൽ 10:30 വരെ കെമിക്കൽ ബോണ്ടിങ് പഠിക്കുക. ഇപ്പോൾ തന്നെ കെമിക്കൽ ബോണ്ടിങ്ങിന് ഏകദേശം 1.5 മണിക്കൂർ ഉച്ചയ്ക്കും വൈകിട്ട് ഏകദേശം 5.5 മണിക്കൂറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ ബോണ്ടിങ്ങിന് വേണ്ടി വരത്തില്ല. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റോ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സോ പെൻഡിങ് ഉണ്ടെങ്കിൽ സാറ്റർഡേ കവർ ചെയ്യുക കേട്ടോ. പിന്നെ സൺഡേ ഞാൻ ഒരു പോർഷൻസ് നിങ്ങൾക്ക് ഇട്ടിട്ടില്ല. നിങ്ങളുടെ വീക്ക്ലി എക്സാം ആയിരിക്കത്തില്ലേ മൺഡേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചോ. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത ഡിസംബർ 15 അതുപോലെ വീക്ക്ലി എക്സാമിന് പഠിച്ചു. ഡിസംബർ 16 മൺഡേ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ 4:30 മുതൽ 6:30 വരെ രാവിലെ ആയിരിക്കുമല്ലോ, വീക്ക്ലി എക്സാമിന് മുന്നേ ഉള്ള സമയമായിരിക്കും നിങ്ങൾ വീക്ക്ലി എക്സാമിന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 5:30 മുതൽ 7 മണി വരെ തെർമോഡൈനാമിക്സ് പഠിക്കുക. അത് ഏകദേശം എത്ര മണിക്കൂറുണ്ട്? 2.5 മണിക്കൂറുണ്ട്. അതിനുശേഷം 8 മണി മുതൽ 10:30 വരെ വീണ്ടും തെർമോഡൈനാമിക്സ് പഠിക്കുക. തെർമോഡൈനാമിക്സ് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അങ്ങനെ നോക്കുക. അതുകൊണ്ട് എന്തായാലും ഡിസംബർ 17 ട്യൂസ്ഡേ 4:30 മുതൽ 6:30 വരെയും ഞാൻ തെർമോഡൈനാമിക്സ് തന്നെ ഇട്ടേക്കുന്നത്. കാരണം ഇൻ കേസ് എന്തെങ്കിലും പെൻഡിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൺഡേ രാവിലെ ആയാലും റിവിഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ക്ലാസ്സിന് പോവും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നിട്ട് 5:30 മുതൽ 7 മണി വരെ നിങ്ങൾ റെഡോക്സ് റിയാക്ഷൻ പഠിക്കുക കേട്ടോ. റെഡോക്സ് ചാപ്റ്റർ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 7 to 8 നിങ്ങൾക്ക് ഡിന്നർ ടൈം ആയിരിക്കും. 8 മണി മുതൽ 10:30 വരെ നിങ്ങൾ വീണ്ടും റെഡോക്സ് പഠിക്കുക. എനിക്കറിയാം റെഡോക്സ് അത്യാവശ്യം വലിയ കുറച്ച് കാര്യങ്ങൾ, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഇത്തിരി ടൈമൊക്കെ എടുക്കും. നിങ്ങൾക്ക് ഇതുപോലെ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബർ 18 വെനസ്ഡേ 4:30 മുതൽ 6:30 വരെയും റെഡോക്സ് തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ ക്ലാസ്സിന് പോയിട്ട് 5:30, അതായത് തിരിച്ച് വന്നിട്ട് ടീ ടൈമൊക്കെ കഴിഞ്ഞ് 5:30 മുതൽ 7 മണി വരെ സം ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 7 to 8 നിങ്ങൾക്ക് ഡിന്നർ ടൈമാണ്. 8 മണി മുതൽ 10:30 വരെ നിങ്ങൾ വീണ്ടും സം ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കുക. ഇത് അതിലോടുകൂടി തീർക്കുക. കാരണം മൊളാരിറ്റി അങ്ങനെ കുറച്ച് ബേസിക് ഇക്വേഷൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സം ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വൈകിട്ട് തന്നെ 2.5 മണിക്കൂറുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് 4.5 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു 2.5 മണിക്കൂർ ഇട്ടിട്ടുണ്ട് രാത്രിയിൽ സം ബേസിക് കൺസെപ്റ്റ് പഠിക്കാനായിട്ട്. പിന്നെ ഡിസംബർ 19 തേഴ്സ്ഡേ നിങ്ങൾ രാവിലെ 4:30 മുതൽ 6:30 വരെ ഇക്വിലിബ്രിയം പഠിക്കുക കേട്ടോ. ഇക്വിലിബ്രിയം അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്, അത്യാവശ്യം ടഫുമാണ്. പിന്നെ 5:30 മുതൽ 7 മണി വരെ നിങ്ങൾ ഇക്വിലിബ്രിയം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഡിന്നർ ടൈം കഴിഞ്ഞിട്ട് 8 മണി മുതൽ 10:30 വരെ നിങ്ങൾ ഇക്വിലിബ്രിയം തന്നെ പഠിക്കുക കേട്ടോ. അത് അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പെൻഡിങ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജാനുവരി 5 എന്ന് പറയുന്നൊരു ഡേ ഇട്ടേക്കുന്നത് ഫുള്ള് പെൻഡിങ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡിസംബർ 20 ഫ്രൈഡേ എന്ന് പറയുന്നത് നിങ്ങൾ 4:30 മുതൽ 6:30 വരെ പി ബ്ലോക്ക് പഠിക്കുക. ഫസ്റ്റ് ഇയർ പി ബ്ലോക്ക് ഗ്രൂപ്പ് 13 പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നിട്ട് 5:30 മുതൽ 7 മണി വരെ നിങ്ങൾ പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് 13 തന്നെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക കേട്ടോ.
കാരണം പി ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സ്റ്റേബിൾ ആവണമല്ലോ. പിന്നെ രാത്രി വന്നിട്ട് രാത്രി ഫുഡ് ഡിന്നർ ടൈം കഴിഞ്ഞിട്ട് 8 മണി മുതൽ 10:30 വരെ നിങ്ങൾ പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് 14 പഠിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് December 21 സാറ്റർഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലീവാണ്. അപ്പോൾ നമ്മൾ 5 മണിക്ക് എഴുന്നേറ്റാൽ മതി. ബാക്കി എല്ലാ ദിവസം 4:30 എഴുന്നേൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ 5 മണി മുതൽ 7 മണി വരെ നിങ്ങൾ ഓർഗാനിക് നെയിമിംഗ് പഠിക്കുക. 2 മണിക്കൂർ പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് 8 മണി മുതൽ ഒരു 11 മണി വരെ പ്യൂരിഫിക്കേഷൻ പഠിക്കുക. പ്യൂരിഫിക്കേഷൻ ആ സമയം കൊണ്ട് തീർക്കാനായിട്ട് നോക്കുക. കാരണം വളരെ ചെറിയൊരു ടോപ്പിക്കാണ് റിലേറ്റീവ്ലി പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 11 മണി മുതൽ 12 മണി വരെ ഒന്നും കൂടെ നെയിമിംഗ് പഠിക്കുക. ഈ നെയിമിംഗ് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് നമുക്ക് ഒരു വട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 12 to 1 നിങ്ങൾക്ക് ലഞ്ച് ടൈമാണ്. 1 to 4 നിങ്ങൾ ഒന്നും കൂടെ നെയിമിംഗ് പഠിക്കുക കേട്ടോ. അതോടുകൂടി പരമാവധി തീർക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് 5 മണി മുതൽ 7 മണി വരെ നിങ്ങൾ പി ബ്ലോക്ക് 15 പഠിക്കുക. ഇപ്പോൾ നമ്മൾ 13 14 പഠിച്ചുള്ളൂ. പി ബ്ലോക്ക് 15 പഠിക്കുക. 8 മണി മുതൽ 10:30 വരെ പി ബ്ലോക്ക് 16 പഠിക്കുക. പിന്നെ December 22 സൺഡേ ആണ്, നിങ്ങൾ വീക്ക്ലി എക്സാമിന് പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ അങ്ങനെ December 23 മൺഡേ ആണ്. 4:30 മുതൽ 6:30 വരെ എന്തായാലും നിങ്ങൾ രാവിലെ വീക്ക്ലി എക്സാമിൻ്റെ ടോപ്പിക്സേ പഠിക്കത്തുള്ളൂ. പിന്നെ 5:30 മുതൽ 7 മണി വരെ നിങ്ങൾ പി ബ്ലോക്ക് 17 പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു പർട്ടിക്കുലർ ചെറുതായിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്തേക്കല്ലേ, 13 14 15 16 17 18 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ 8 മണി മുതൽ 10:30 വരെ നിങ്ങൾ പി ബ്ലോക്ക് 18 പഠിക്കുക. പിന്നെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കാം. പിന്നെ December 24 ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ നിങ്ങൾ രാവിലെ 4:30 മുതൽ 6:30 വരെ ഫ്രഷ് ആയിട്ട് റിയാക്ഷൻ മെക്കാനിസം പഠിക്കുക. നമ്മൾ അത്യാവശ്യം നെയിമിംഗ് പഠിക്കുന്നതുകൊണ്ട് ഒരു ബേസ് വെച്ചിട്ട് റിയാക്ഷൻ മെക്കാനിസം നിങ്ങൾക്കൊന്ന് തുടങ്ങാൻ പറ്റും. ഇൻ കേസ് റിയാക്ഷൻ മെക്കാനിസം ടഫ് ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഓർഗാനിക്കിലെ ഇപ്പം ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ഹാലോ ആൽക്കീൻ ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ടോപ്പിക് ശരിയായിക്കോളൂടാ. റിയാക്ഷൻ മെക്കാനിസം നമ്മളിപ്പോൾ എത്ര പഠിച്ചാലും ഈ ഓർഗാനിക് കഴിയുമ്പോഴേ നന്നായിട്ട് നമ്മളൊന്ന് സ്റ്റേബിൾ ആവത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ 5:30 മുതൽ 7 മണി വരെയും 8 മണി മുതൽ 10:30 വരെയും നിങ്ങൾ റിയാക്ഷൻ മെക്കാനിസം തന്നെ പഠിക്കുക. അതായത് ട്യൂസ്ഡേ ഫുൾ ഡേ റിയാക്ഷൻ മെക്കാനിസം പഠിക്കുക. December 25 വെനസ്ഡേ രാവിലെ 4:30 മുതൽ 6:30 വരെയും നിങ്ങൾ റിയാക്ഷൻ മെക്കാനിസം പഠിക്കുക. എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ കവർ ചെയ്യാമല്ലോ. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ പെൻഡിങ് ആയിട്ടുള്ളത് വല്ലതും നമുക്ക് കയറ്റി പഠിക്കാനായിട്ടും പറ്റും. അതുകൊണ്ടാണ് ഇത്തിരി വലുതായിട്ട് ടൈം കൊടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ വൈകിട്ട് വന്നിട്ട് 5:30 മുതൽ 7 മണി വരെ സൊല്യൂഷൻസ് പഠിക്കുക. 8 മണി മുതൽ 7 to 8 ഡിന്നർ ടൈം കഴിഞ്ഞിട്ട് 8 മണി മുതൽ 10:30 വരെ വീണ്ടും സൊല്യൂഷൻസ് പഠിക്കുക. സൊല്യൂഷൻസ് അതുകൊണ്ട് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ December 26 തേഴ്സ്ഡേ ആണ്. 4:30 മുതൽ 6:30 വരെ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുക. കുറച്ച് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 5:30 മുതൽ 7 മണി വരെ D&F പഠിക്കുക. ഡി മാത്രം പഠിച്ചാൽ മതി. പിന്നെ 8 മണി മുതൽ 10:30 വരെ വീണ്ടും ഇലക്ട്രോ കെമിസ്ട്രി തന്നെ പഠിക്കുക കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ December 27 ഫ്രൈഡേ ആയി. രാവിലെ 4:30 മുതൽ 6:30 വരെ ഇലക്ട്രോ കെമിസ്ട്രിയിലോ സൊല്യൂഷൻസിലോ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. കാരണം നമ്മൾ കുറച്ച് ടൈമല്ലേ അവിടെ ഇട്ടിട്ടുള്ളൂ. പിന്നെ 5 മണി മുതൽ 7 മണി വരെ എഫ് ബ്ലോക്ക് പഠിക്കുക. എഫ് ബ്ലോക്ക് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ തീർന്നില്ലെങ്കിൽ 8 മണി മുതൽ 10:30 വരെ എഫ് ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും പെൻഡിങ് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എഫ് ബ്ലോക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഡി അങ്ങനെയല്ല. അപ്പം ഡിയിൽ വല്ല പെൻഡിങ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ 8 മണി മുതൽ 10:30 വരെയുള്ള സമയത്ത് നോക്കുക. കാരണം അത് പെൻഡിങ് ആയിട്ട് പഠിക്കാനാണല്ലോ. നമ്മൾ ഓൾറെഡി എഫ് ബ്ലോക്ക് പഠിക്കാൻ 5 മണി മുതൽ 7 മണി വരെ സമയം കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും എഫ് ബ്ലോക്കിൽ പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാനാണ് ഈ 8 മണി മുതൽ 10:30 വരെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതങ്ങനെ. പിന്നെ December 28 സാറ്റർഡേ സംഭവം ലീവാണ്. നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റാൽ മതി. 5 മണി മുതൽ 7:30 വരെ നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 8 മണി മുതൽ 12 മണി വരെയും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കുക. പിന്നെ ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് 1 മണി മുതൽ 4 മണി വരെ ഹാലോ ആൽക്കീൻസ് തുടങ്ങുക. കാരണം നമ്മളിപ്പോൾ ഓർഗാനിക്കിലേക്ക് കയറി കേട്ടോ. പിന്നെ 4 to 5 ഒരു ടീ ടൈം ബ്രേക്ക് എടുത്തിട്ട് 5 to 7 ഹാലോ ആൽക്കീൻസ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 7 to 8 ഒരു ഡിന്നർ ടൈം കഴിഞ്ഞിട്ട് 8 മണി മുതൽ 10:30 വരെ ഹാലോ ആൽക്കീൻസ് പഠിക്കുക കേട്ടോ. നിങ്ങൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യം പോലെ കുഞ്ഞു ബ്രേക്കൊക്കെ എടുത്തോട്ടോ. ഞാനിങ്ങനെ ഒരു കറക്റ്റ് ഇപ്പം നിങ്ങളുടെ ബ്രേക്ക് കറക്റ്റ് നമ്മളങ്ങനെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് December 29 സൺഡേ വീക്ക്ലി എക്സാമിന് പഠിക്കുക. December 30 മൺഡേ 4:30 to 6:30 വീക്ക്ലി എക്സാമിന് പഠിക്കുക. 5:30 to 7 വീണ്ടും ഹാലോ ആൽക്കീൻസ് പഠിക്കുക. കാരണം ഹാലോ ആൽക്കീൻസ് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് അങ്ങനെ കവർ ചെയ്യാൻ പറ്റൂല. 8 മണി മുതൽ രാത്രി 10:30 വരെയും ഹാലോ ആൽക്കീൻസും ഹാലോ ആൽക്കീൻസ് അല്ലടാ ഹാലോ അരീൻസ്. അത് തന്നെ ഹാലോ അരീൻസ്. 5 മുതൽ 7 മണി വരെ ഹാലോ അരീൻസ് ആണ്. 8 മണി മുതൽ 10:30 വരെ ഹാലോ അരീൻസും പിന്നെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കുക. പിന്നെ December 31 ട്യൂസ്ഡേ ആണ്. 4:30 മുതൽ 6:30 വരെ ആൽക്കഹോൾ പഠിക്കുക. 5:30 മുതൽ 7 മണി വരെയും ഡിന്നർ ടൈം കഴിഞ്ഞിട്ട് 8 മണി മുതൽ 10:30 വരെയും നിങ്ങൾ ആൽക്കഹോൾസ് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ January 1 ആണ്. ആൽക്കഹോൾസ് അതുകൊണ്ട് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം രാവിലെ ഇപ്പം 2.5 മണിക്കൂർ രാവിലെ 2 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് വൈകിട്ട് 2.5 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. പിന്നെ രാത്രി ഒരു 2.5 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. മൊത്തം 6.5 മണിക്കൂർ നിങ്ങൾ ആൽക്കഹോൾ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ January 1 വെനസ്ഡേ ന്യൂ ഇയർ ആയി കേട്ടോ. 4:30 മുതൽ 6:30 വരെ ആൽഡിഹൈഡ് പഠിക്കുക. 5:30 മുതൽ 10:30 വരെ രാത്രി 5:30 മുതൽ 10:30 വരെയും ആൽഡിഹൈഡ് തന്നെ പഠിക്കുക കേട്ടോ.
എങ്ങനെയും തീർക്കാം. ആൽഡിഹൈഡ് മാത്രം മതി. കീറ്റോൺസും കാർബോക്സിലിക് ആസിഡും ജാനുവരി 2 തേഴ്സ്ഡേ പഠിച്ചാൽ മതി. 4 മുതൽ 6 വരെ കാർബോക്സിലിക് ആസിഡും കീറ്റോൺസും പഠിക്കുക. 5 മുതൽ 10 വരെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ജാനുവരി 3 ഫ്രൈഡേ ആണ് കേട്ടോ. 4 മുതൽ 6 വരെ ബയോമോളിക്യൂൾസ് പഠിക്കുക. ബയോമോളിക്യൂൾസ് അല്ലേ, അത് അത്യാവശ്യം ചെറിയൊരു ചാപ്റ്ററാണ്. പിന്നെ ഞാൻ 5 മുതൽ 7 മണി വരെയും ബയോമോളിക്യൂൾസ് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻ കേസ് നേരത്തെ തീരുകയാണെങ്കിൽ ഇപ്പം കാർബോക്സിലിക് ആസിഡിലോ ആൽഡിഹൈഡിലോ ആൽക്കഹോളിലോ ഒക്കെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് കവർ ചെയ്യാം. പിന്നെ 8 മണി മുതൽ 10 വരെ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക കേട്ടോ. 8 മണി മുതൽ 10 വരെ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക. പിന്നെ ജാനുവരി 4 5:30 to 7, അതായത് ജാനുവരി 4 എന്ന് പറയുന്നത് സൺഡേ ആണ്, സാറ്റർഡേ ആണ്. അപ്പോൾ നിങ്ങൾ 5:30 എഴുന്നേറ്റ് 5 മുതൽ 7 മണി വരെ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 8 to 12 വീണ്ടും കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക. അതോടുകൂടി തീർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ 1 to 4 ഞാൻ കൊടുത്തിരിക്കുന്നത് പ്രാക്ടിക്കൽ കെമിസ്ട്രിയാണ്. 5 to 10:30 പ്രാക്ടിക്കൽ കെമിസ്ട്രിയാണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രി അത്യാവശ്യം ഒത്തിരി ഒന്നും പഠിക്കാനില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് പ്രാക്ടിക്കൽ കെമിസ്ട്രിക്ക് ഞാൻ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഏകദേശം ഒരു 8-9 മണിക്കൂർ 9.5 മണിക്കൂറോളം പ്രാക്ടിക്കൽ കെമിസ്ട്രി പഠിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കവർ ചെയ്യാൻ പറ്റും. ജാനുവരി 5 സൺഡേ ആണ്. ജാനുവരി 6 മൺഡേ കൊണ്ട് നിങ്ങളുടെ പെൻഡിങ് പോർഷൻസ് ഫുള്ള് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 14 മുതൽ തുടങ്ങി ജാനുവരി 6 കെമിസ്ട്രിയുടെ ഫുൾ ചാപ്റ്റേഴ്സ് നന്നായിട്ട് കവർ ചെയ്യാനായിട്ടുള്ളൊരു ഷെഡ്യൂളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ശരിയടാ.